എന്തുകൊണ്ട് കല്ലിൽ പോകുന്ന വേര് മണ്ണിൽ പോയിക്കൂടാ? ഈരാനൗലിയാപ്പാപ്പ എന്ന് പറയുന്ന മഹാൻ അദ്ദേഹം ഒരു വാചകം അങ്ങനെ പറഞ്ഞാൽ അതിന് എന്താണ് അർത്ഥം എന്ന് അദ്ദേഹം തന്നെ വിവരിച്ച് അതേ പുസ്തകത്തിലില്ലേ? എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ അർത്ഥം? ചില സൂഫിയാക്കൾ ചിലപ്പോൾ അങ്ങനെ ചില വാചകങ്ങൾ പറയും. ഏതുപോലെ ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു നിങ്ങൾ ഫത്ഹുർ റബ്ബാനിയിൽ പറഞ്ഞത് കാണാം. ലാ അന ഇല്ലാ അൻത എന്ന് പറയുന്ന മഹാന്മാരും ലാ അന ഇല്ലാ അൻത എന്താണ് അതിന്റെ അർത്ഥം? ഞാനില്ല, ഇല്ല അൻത അല്ലാഹുവേ നീ മാത്രമേ ഉള്ളൂ, ഞാനില്ല എന്ന് പറഞ്ഞാൽ ഞാനൊരു ഉള്ളതിൽ പറയാനില്ല. എന്നെ നീ ഉണ്ടാക്കിയിട്ടുണ്ടായി, നീ നശിപ്പിക്കുക നശിച്ചു പോവും. ഒരു ഉള്ളതിൽ പറയാനില്ല, ഞാനൊരു ഉള്ളതിൽ പറയാനില്ല. മറിച്ചില്ല അന്ത നീ മാത്രമാണ് ഉള്ളവൻ. കാരണം നിന്നെ ആരും ഉണ്ടാക്കിയിട്ടുണ്ടായതല്ല, നിനക്ക് നാശം ഇല്ല, നീ ഉണ്ടായതിന് തുടക്കം ഇല്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഉള്ളവൻ നീ മാത്രമാണ്. ഞങ്ങളുടെ ഈ ഉണ്ടാകലൊന്നും ഒരു ഉണ്ടാകലായി പറയാനില്ല. കാരണം നീ ഉണ്ടാക്കിയിട്ടുണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഉള്ളവൻ നീയാണ്. ഇത് തന്നെയാണ് ഔലിയാക്കൾ ചിലപ്പോൾ ലാ മൗജൂദ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഉള്ളവൻ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിന്റെ അർത്ഥം ബഹുമാനപ്പെട്ട ഉമർ ഖാദി വെളിയങ്കോട് ഉമർ ഖാദി റഹ്മത്തുള്ളാഹി തങ്ങളോട് ചോദിച്ചു, എന്താണ് ഈ ചില ഔലിയാക്കൾ ലാ മൗജൂദ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത്? അല്ലാഹു അല്ലാതെ ഉള്ളവരില്ല നമ്മളൊക്കെ ഇല്ലേ? അപ്പോൾ ഉമർ ഖാദി റഹിമഹുല്ലാഹ് ചൊല്ലി, എന്താ ചൊല്ലിയത്? ലദുൽ ബസീറതി നാദിറൻ നഹ്വൽ അസർ ബല്ലിൽ മുഅസ്സിരി ബിദ്ദുഹൂനി അനിൽ അസർ ഫയറാ ബിഫിലിൻ ഫാഇലൻ ഹാലൻ നദർ ഫീ കുല്ലി ഷൈഇൻ ഫസ്സവാബു കമാ ദുകിർ. ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ചൊല്ലി, ഉൾക്കാഴ്ചയുള്ള ആളുകൾ എടോ നിന്നെപ്പോലെ കണ്ണിന്റെ കാഴ്ച മാത്രമല്ല, വളരെയേറെ ചിന്തിക്കുന്ന ഉൾക്കാഴ്ചയുള്ള ആളുകൾ. ആ ഉൾക്കാഴ്ചയുള്ള ആളുകൾ നിങ്ങളെ ബാഹ്യമായ നോട്ടമല്ല നോക്കുന്നത്, അവരെപ്പോഴും നോക്കുന്നത് ആന്തരികമായ നോട്ടമാണ്. അങ്ങനെ ആന്തരികമായ നോട്ടം നോക്കുമ്പോൾ അപ്പോൾ ഒരു കാര്യം കാണുമ്പോൾ ആ കാര്യം ഉണ്ടാക്കിയവൻ ആരാണ് എന്നതിലേക്കാണ് അവരെ മനസ്സ് പോകുന്നത്. ഈ കാര്യത്തിലേക്കല്ല, ഈ കാര്യം ഉണ്ടാക്കിയവൻ ആര് അതിലേക്കാണ് അവരെ മനസ്സ് നീങ്ങുന്നത്. അപ്പോൾ അവർ പറയും ഇതല്ല വിഷയം, ഇതല്ല വിഷയം, മറിച്ച് ഇതിനെ ഉണ്ടാക്കിയവനാണ് വിഷയം. ഇതല്ല ഉള്ളത്, യഥാർത്ഥത്തിൽ ഉള്ളവൻ ഇതിനെ ഉണ്ടാക്കിയവനാണ്, അവൻ ഉണ്ടാക്കിയിട്ടുണ്ടായത് മാത്രമാണിത്. അങ്ങനെ ലോകത്തുള്ള ഏത് സൃഷ്ടികളെ സംബന്ധിച്ചു സൃഷ്ടി അല്ല പ്രശ്നം, സൃഷ്ടാവാണ് പ്രശ്നം. സൃഷ്ടി മുഴുവനും സൃഷ്ടാവിനെ അറിയിക്കുന്നതാണ്. ഈ അർത്ഥത്തിൽ സൃഷ്ടി സൃഷ്ടാവിനെ അറിയിക്കുന്നു എന്ന അർത്ഥത്തിൽ അവർ പറയുന്ന വാചകങ്ങളാണ് ചിലപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ടാകും. അതിനർത്ഥം കണ്ണ് യഥാർത്ഥത്തിൽ അതല്ല, മറിച്ച് കണ്ണ് അതല്ല യഥാർത്ഥത്തിൽ ഉള്ളത്, ഉള്ളവൻ അല്ലാഹു മാത്രമാണ്, കണ്ണ് അല്ലാഹു ഉണ്ടാക്കിയിട്ടുണ്ടായത് മാത്രമാണ്. ഈ അർത്ഥത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞതെന്ന് അതേ പുസ്തകത്തിന്റെ ഇപ്പുറത്തെ പേജിലുണ്ട്. അത് നോക്കാൻ ഈ മൗലവിക്കും സന്മനസ്സുണ്ടായില്ല. സുന്നികളെ എങ്ങനെയുണ്ട് മുശ്രിക്കാക്കാൻ എന്ന ധാരണയിലുള്ള വെപ്രാളത്തിൽ മൗലവി അത് നോക്കിയില്ല. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു കടക്കണില്ല, ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അടുത്ത വിഷയത്തിലേക്ക് പോവാണ്. അപ്പോ എന്തായി? അതേ ലാ കണ്ണ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ കണ്ണില്ല, ഉള്ളതല്ല മാത്രമാണ്. ലാ പുത്രൻ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ പുത്രൻ ഇല്ല, ഉള്ളതല്ല മാത്രമാണ്. ഇനി പുത്രൻ ഉള്ളതിൽ പറയാനില്ല, പറയാനുള്ളത് അല്ലാഹുവിനെ കുറിച്ച് മാത്രമാണ്. അങ്ങനെയാണ് ആരിഫ്യങ്ങൾ ചൊല്ലിയിട്ടുള്ളത്, അങ്ങനെയാണ് ഔലിയാക്കന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്, അങ്ങനെയാണ് ഉമർ ഖാദി പറഞ്ഞത്. എങ്ങനെയുണ്ട് വാദ്? നല്ല ഉശരം വാദ്. ഇതങ്ങ് പറഞ്ഞാൽ പേരോട് മുസ്ലിയാരെ മുജാഹിദീങ്ങളങ്ങ് വിട്ടുകളയുന്ന വിചാരിച്ചത്. പക്ഷേ വിചാരണ വിധി പറയാനുള്ള വിചാരണയാണ് എന്ന് പേരോട് മുസ്ലിയാരെന്ന് മനസ്സിലാക്കിയില്ല. അത് വെറുതെ ഒരു വിചാരണയാണെന്നാ വിചാരിച്ചത്. അല്ല, ഹിസാബ് യസീർ അല്ലായിരുന്നു. ഹിസാബ് യസീറ, ശക്തമായ എളുപ്പമുള്ള വിചാരണയുണ്ടല്ലോ, ആ വിചാരണയല്ലായിരുന്നു, പിടികൂടാനുള്ള വിചാരണ തന്നെയായിരുന്നു. വീണ്ടും പേരോടിനെ പിടിച്ചു. അതിന് ഖണ്ഡന പ്രസംഗം പത്തടിപ്പാലത്ത് വെച്ചുകൊണ്ട് തന്നെ നടന്നു. അതിനുശേഷം വീണ്ടും നാദാപുരത്ത് വെച്ചുകൊണ്ട് ഹുസൈൻ സലഫി പ്രഭാഷണം നടത്തി. അങ്ങനെ പ്രഭാഷണം നടത്തി കഴിഞ്ഞപ്പോൾ മൂപ്പര് പെരിങ്ങാടി എന്ന് പറയുന്ന മാഹി എന്ന് പറയുന്ന പ്രദേശത്തുള്ളൊരു സ്ഥലമുണ്ട് പെരിങ്ങാടി. ആ പെരിങ്ങാടി ചെന്ന് മുഖാമുഖത്തിന് അവിടെ ചെന്നപ്പോൾ ഒരു സുന്നി തന്നെ ചെന്നിട്ട് ചോദിച്ചു, എന്ത് അല്ല ഈ ബീരാൻ ഔലിയാപ്പാപ്പ എന്ന് പറയുന്ന ഒരു ഔലിയ ഇങ്ങനെ ലാ കണ്ണ ഇല്ലല്ലാ ലാ മൂക്ക ഇല്ലല്ലാ എന്ന് പറഞ്ഞ് വന്ന ദിക്ർ ചൊല്ലിയിരുന്നു എന്ന് KVM ബന്താവ് എഴുതിയ പുസ്തകത്തിലുണ്ടല്ലോ. എന്താണ് ഉസ്താദിന്റെ അഭിപ്രായം? അത് ചോദിച്ചപ്പോൾ പേരോട് മുസ്ലിയാർ പറഞ്ഞ മറുപടി അതാണ് രസകരം. നിങ്ങൾ കേട്ടോ. എന്താണ് അയാളുടെ
നേരത്തെ പറഞ്ഞ ആരായിരുന്നു? ജിന്നാണോ അതോ ശൈത്താനോ? അത് പിന്നെ പറഞ്ഞിട്ടുണ്ട്, ജിന്നും ശൈത്താൻ ഒന്നും വിടണില്ല, എല്ലാം തീർത്തിട്ട് തന്നെ പോവുള്ളൂ. അപ്പൊ നേരത്തെ പ്രസംഗിച്ചത് ആരാ? അത് ആരിഫ്യങ്ങൾ ചെല്ലുന്ന ദിക്റാൻ. എന്റെ ആരിഫ്യങ്ങൾ സുന്നികളല്ലേ അതോ മാനസിക രോഗികളോ? ഇനി അതുകൊണ്ട് അവസാനിച്ചില്ല. ഇയാൾ ഒരു വട്ടം അറിയാതെ പറഞ്ഞു പോയതല്ല മാനസിക രോഗിയാണ്. രണ്ടാമത് ഇയാൾ വീണ്ടും നാദാപുരത്ത് വന്നു. നാദാപുരത്ത് വന്നിട്ട് മൂപ്പര് വീണ്ടും പറയാണ് മാനസിക രോഗി തന്നെയാണ്. ആര്? KVM പന്താവൂർ. അത് കേട്ടോ. ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് ഇയാൾ പറയുന്നത് ഞാനിവിടെ പെരിങ്ങാടി മുഖാമുഖത്ത് ഒരു മൗലവി ആര് ഒരു മൗലവിയുണ്ട്. പഴയ കാലത്ത് കുറച്ച് നല്ല പുസ്തകങ്ങളൊക്കെ എഴുതിയും നിവർത്തനം ചെയ്യുകയൊക്കെ ചെയ്തൊരു മൗലവി. പിൽക്കാലത്ത് അയാൾ കള്ളത്തരീക്കത്ത് പോയിട്ട് കൂത്തുപറമ്പിന്റെ അടുത്ത് വേങ്ങാട് തരീക്കത്തിന്റെ സെൽസിന്റെ അടുക്കൽ അയാൾ പ്രസംഗിക്കാൻ ക്ഷണിക്കപ്പെടുകയും വരുമൊക്കെ ചെയ്ത് അങ്ങനെ കള്ളത്തരീക്കത്തിൽ പോയി പിഴച്ചു പോയ ഒരു മൗലവി. ആ മൗലവി പിന്നീട് ആ കള്ളത്തരീക്കത്തിൽ കടന്നാൽ ഈ ജിന്നിന്റെ ചില സേവകളും പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് സാധാരണ നിലയ്ക്ക് സാധാരണ മാനസികാവസ്ഥ ഉണ്ടാവില്ല. അപ്പൊ പലതും പറയുകയും പലതും എഴുതുകയും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നീങ്ങി. ഇത് പറയുമ്പോ സുന്നികൾക്കാർക്കും ബേജാറൊന്നും തോന്നണ്ട. അയാൾക്ക് ആദ്യം രോഗമൊന്നും ഇല്ലായിരുന്നു. പിന്നെയാണ് ഈ ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുല്ലാഹു മറദ എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ ഈ കള്ളത്തരീക്കത്തിന്റെ രോഗം വന്ന് മാനസികമായി അസ്വസ്ഥതയുണ്ടായവരാണ്. അയാളുടെ പേരാണ് KVM പന്താവൂർ. നിങ്ങൾക്ക് സംശയം വേണ്ട, ഞാൻ പറയാം. KVM പന്താവൂർ. അപ്പൊ നിങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ KVM പന്താവൂർ ഇതേ ബുക്ക് ഉണ്ടാവും. ആദ്യകാലത്ത് എഴുതിയതാണ് ഇവര് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നീടാണ് അയാൾ കള്ളത്തരീക്കത്ത് പോയത്. ഈ കള്ളത്തരീക്കത്തിൽ പോയത് നമ്മളെ തന്നെ ആലിമ്യങ്ങൾക്ക് പലർക്കും അറിയില്ല. അതായത് അവരാ വിവരറിയില്ല. ഒരു KVM പന്താവൂരിന്റെ വീട്ടിൽ പോയിട്ട് അയാളെ കൊണ്ടാ പോകുന്ന നോക്കലല്ലോ നമ്മുടെ ആലിമ്യങ്ങൾക്കും നമ്മുടെ പ്രവർത്തകന്മാർക്കൊന്നും പണി. പിന്നെ നിങ്ങളെങ്ങനെ അറിഞ്ഞു? എനിക്ക് ഇത് തന്നെയാ പണി. അതായത് എനിക്ക് മൗലവിമാരെ നോക്കലെന്നെ എന്റെ ഡ്യൂട്ടിയാണ്. അപ്പോ മറ്റുള്ള ആലിമിക്കൊന്നും അതറിയില്ല. കാര്യം അവരൊന്നും KVM പന്താവിന്റെ വീട്ടിൽ പോയി ഒന്ന് ഒളിഞ്ഞു നോക്കൂല. പിന്നെ ഞാനോ, എനിക്ക് ഇതെന്റെ പണി. എന്ത് ഒളിഞ്ഞു നോക്കലേ? മനസ്സിലായോ? അപ്പൊ എനിക്ക് മനസ്സിലായി വേറുള്ള ആലിമ്യങ്ങളൊന്നും പോയി നോക്കിയിട്ടില്ല. ഞാൻ പോയി നോക്കുക തന്നെ ചെയ്യും. എന്റെ പണി അതാ. അങ്ങനെ എനിക്ക് ബോധ്യപ്പെട്ടു എന്ത് ഇയാൾക്ക് മാനസിക രോഗമാണ്. അതെങ്ങനെ ബോധ്യപ്പെട്ടത്? വീട്ടിൽ പോയി നോക്കിയിട്ടാണ്. അപ്പോൾ നമ്മൾ